അതിശക്തമായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ പുരാണകൃതികളെല്ലാം. അതുമാത്രമോ, ലോകത്തിൻ്റെ ചരിത്രമെടുത്താൽ തന്നെ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ മൂല്യം രേഖപ്പെടുത്തി കടന്നുപോയ നിരവധി പേരെ നമുക്ക് കാണാനാകും. പിന്നാലെ വരുന്ന തലമുറകൾക്ക് അറിയാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള പലതും അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നു. അത്രമാത്രം ജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു അവരെല്ലാം എന്നതിൽ അശേഷം തർക്കമില്ല. ഇവരിൽ എടുത്തു പരാമർശിക്കേണ്ടതായ പത്തരമാറ്റ് സ്ത്രീരത്നങ്ങളുമുണ്ട്. ചിലർ സഹനം കൊണ്ട് ചരിത്രം മാറ്റി എഴുതിയപ്പോൾ ചിലർ ശൗര്യം കൊണ്ടാണ് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചത്. ഏതൊക്കെ ഗുണങ്ങൾ ഉപയോഗിച്ചാലും അവരുടെ ആത്മബലം ഒന്നു മാത്രമാണ് പരിവർത്തനമുണ്ടാക്കാൻ ശേഷിയുള്ളവരാക്കി അവരെ തീർത്തതും. ഈ അന്വേഷണം കുറെ കൂടി പിന്നോട്ട് പോകുമ്പോൾ രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളുടെ അച്ചുതണ്ടായി നിൽക്കുന്നത് സ്ത്രീകളാണെന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. 2 മഹായുദ്ധങ്ങൾ ഇവിടെ സംഭവിച്ചതും സ്ത്രീകൾ നിമിത്തം. രണ്ടും സാമൂഹിക ശുദ്ധീകരണം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ത്രേതായുഗത്തിൽ രാവണൻ എന്ന പ്രബല ശക്തിയെയും രാക്ഷസ പ്രഭാവത്തെയും അവസാനിപ്പിക്കുവാൻ ശ്രീരാമന് വഴിയൊരുക്കിയത് സീതയാണ്. ദുഃഖത്തിലൂടെയും സഹനത്തിലൂടെയും ജനകന്റെ പുത്രി അതിന് കാരണമായപ്പോൾ പിന്നീട് വന്ന ദ്വാപരയുഗത്തിൽ മറ്റൊരു സ്ത്രീ നിമിത്തം ശുദ്ധീകരണം നടന്നു. തൊട്ടാൽ പൊള്ളുന്ന തീക്കട്ട പോലെ അഗ്നിയിൽ നിന്നാണ് അവൾ ജനിച്ചത്. കുരുവംശത്തിന്റെ മരുമകളായി വന്ന പാഞ്ചാല രാജകുമാരി ദ്രൗപദി. ആത്മാഭിമാനത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന അവൾ അപമാനത്തിന്റെ തീച്ചൂളയിൽ വെന്ത് മറ്റൊരു ശുദ്ധീകരണത്തിനും കാരണക്കാരിയായി. അവളെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് എന്ന് കരുതിയ പലരും അവൾക്ക് മുൻപിൽ മുട്ടുമടക്കി. അവർ കീഴടങ്ങിയത് ആ സ്ത്രീയുടെ ആത്മശക്തിക്ക് മുൻപിലായിരുന്നു. ഇങ്ങനെ എണ്ണം കൽപ്പിക്കാൻ സാധിക്കാത്ത ശ്രേഷ്ഠമായ വ്യക്തിത്വങ്ങൾ ചരിത്രത്തിൽ ഉടനീളമുണ്ട്. അതുപോലെ പുരാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിശിഷ്ടമായൊരു സ്ത്രീരത്നത്തിൻ്റെ കഥയാണിത്, വൃന്ദ. വൃന്ദ ശ്രദ്ധേയയായത് അവളുടെ മനോബലവും പാതിവൃത്യശുദ്ധിയും കൊണ്ടാണ്. വൃന്ദ ജലന്ധരൻ്റെ ഭാര്യയാണ്. ആരാണ് ഈ ജലന്ധരൻ? ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള സംഘട്ടനത്തിനിടയിൽ വൃന്ദയുടെ പ്രാധാന്യം എന്തായിരുന്നു? പരമശിവന്റെ 3-ാം കണ്ണിൽ നിന്നുമാണ് ജലന്ധരന്റെ ഉൽപ്പത്തി. ശിവൻ 3-ാം കണ്ണ് തുറക്കുന്നത് അദ്ദേഹത്തിന്റെ കോപത്തിന്റെ ഉച്ചസ്ഥായിയിലാണ്. ജലന്ധരൻ പിറവിയെടുക്കുന്നതിന് അത്തരമൊരവസ്ഥ കാരണമായി തീർന്നു. ഈ സംഭവത്തിന് പ്രഭവകേന്ദ്രമാകുന്നത് ദേവരാജൻ ഇന്ദ്രനും. ഒരിക്കൽ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാനായി ദുരൻ എന്ന മഹർഷി തപസ് ചെയ്യുവാൻ ആരംഭിച്ചു. കഠിനമായ ചര്യകളോടെ നീണ്ടുനിന്നു അദ്ദേഹത്തിന്റെ തപസ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം അപ്സരസുകൾ എത്തി മഹർഷിയുടെ മുൻപിൽ. അദ്ദേഹത്തിന് പക്ഷേ ചാഞ്ചല്യമൊന്നും ഉണ്ടായില്ല. പിന്നീട് പരിശ്രമം ഉപേക്ഷിച്ച് അപ്സരസുകൾ പിൻവാങ്ങുകയാണ്. വീണ്ടും വർഷങ്ങൾ മുൻപോട്ട് പോകുന്നു. ദേവഗുരു ബൃഹസ്പതിയോടൊപ്പം സാക്ഷാൽ ദേവരാജനാണ് പിന്നീട് വരുന്നത്. ഇന്ദ്രൻ തപസ്സിലിരിക്കുന്ന മഹർഷിയോട് കണ്ണു തുറക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ധ്യാനത്തിൽ ലയിച്ചിരുന്ന മഹർഷി കണ്ണു തുറന്നില്ല. തുടർച്ചയായി ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടും കാലം കുറെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായതുമില്ല. ആ പ്രവൃത്തി എന്തുകൊണ്ടോ ദേവരാജനിൽ വല്ലാത്തൊരു ദേഷ്യമാണ് ഉണ്ടാക്കിയത്. മടിച്ചു നിൽക്കാതെ ഇന്ദ്രൻ മഹർഷിയുടെ ശിരസ് വെട്ടിക്കളഞ്ഞു. സമീപത്തു നിന്ന ദേവഗുരു പകച്ചുപോയി. ഒരിക്കലും യോഗ്യമായൊരു പ്രവൃത്തിയല്ല ഇന്ദ്രൻ ചെയ്തത്. അദ്ദേഹം ഇന്ദ്രനെ ഉപദേശിച്ചു. ആ കർമ്മം കൊണ്ട് ദേവരാജന് ലഭിച്ചിരിക്കുന്ന ബ്രഹ്മഹത്യാ പാപം വളരെ വലുതാണെന്നും പ്രാശ്ചിത്തം ചെയ്യണമെന്നും ദേവഗുരു ആവശ്യപ്പെടുകയാണ്. ഇന്ദ്രനും അതിൽ കുറ്റബോധം വന്നു. അതിലൊരു മാർഗമായി ബൃഹസ്പതി നിർദ്ദേശിച്ചത് കൈലാസത്തിൽ ചെന്ന് പരമേശ്വരനെ കാണുക എന്നതായിരുന്നു. മഹാദേവന് മാത്രമേ ഇത്തരം പ്രവൃത്തികളുടെ പാപഭാരത്തിൽ നിന്നും ഏതൊരാൾക്കും മോചനം നൽകാൻ സാധിക്കൂ എന്ന് ദേവഗുരു. അങ്ങനെ 2 പേരും കൂടി കൈലാസത്തിലേക്ക് യാത്രയായി. ഇവർ വരുന്ന വിവരവും എന്തിനാണ് വരുന്നതെന്നും മനസ്സിലാക്കിയ മഹാദേവൻ ഇന്ദ്രനെ പരീക്ഷിക്കുവാനായി തയ്യാറെടുക്കുന്നു. ഇന്ദ്രന്റെ രഥം കൈലാസത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ ഒരു സന്യാസിയുടെ രൂപത്തിൽ പരമശിവൻ വിലങ്ങനെ കിടന്നു. മഹാദേവനെ കാണുവാനുള്ള തിടുക്കത്തിൽ വന്നുകൊണ്ടിരുന്ന ദേവരാജന് ആ സന്യാസി ഒരു തടസ്സമായി. അദ്ദേഹത്തോട് എഴുന്നേറ്റ് മാറുവാൻ ആവശ്യപ്പെട്ടു ഇന്ദ്രൻ. സന്യാസി പക്ഷേ വളരെ ശാന്തനായും ദേവരാജന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെയും അങ്ങനെ തന്നെ കിടന്നു.
ദേവേന്ദ്രന്റെ കോപം പരകോടിയിലെത്തി. ഇപ്പോൾ നിന്നെ കൊല്ലും എന്നും പറഞ്ഞ് അദ്ദേഹം വജ്രായുധമുയർത്തി. ഇന്ദ്രന്റെ അതിരുവിട്ട പ്രവൃത്തിയിൽ സന്യാസിയായി രൂപം ധരിച്ചിരുന്ന പരമശിവൻ കോപിഷ്ഠനാവുകയും സ്വരൂപത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു. അപ്പോഴാണ് ഇന്ദ്രന് താൻ ചെയ്തത് അബദ്ധമായി എന്ന് മനസ്സിലായത്. ദേവരാജനും ബൃഹസ്പതിക്കും ഒരേപോലെ അപകടം മണത്തു. മാപ്പ് അപേക്ഷിക്കാനൊന്നും നേരം കിട്ടിയില്ല. പരമശിവൻ തന്റെ മൂന്നാം കണ്ണ് തുറന്നു. എല്ലാം നശിപ്പിക്കാൻ ശേഷിയുള്ള അഗ്നിഗോളം ബഹിർഗമിച്ചു അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും. അത് ദേവരാജനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു. സ്വരക്ഷാർത്ഥം ഇന്ദ്രൻ രംഗത്തു നിന്നും പലായനം ചെയ്തു പെട്ടെന്നു തന്നെ. അതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയം ദേവഗുരു ബൃഹസ്പതി മഹാദേവനിങ്കൽ ക്ഷമയാചിക്കുകയാണ്. പക്ഷേ മഹാദേവൻ കടുത്ത സ്വരത്തിൽ തന്നെ ദേവഗുരുവിനോട് പറയുന്നു, ദേവരാജൻ ദേവസിംഹാസനത്തിന്റെ അധിപതിയാണ്. ഒരു ഭരണാധികാരി എപ്രകാരമാണോ അതേപോലെ തന്നെ പ്രജകളും ആയിത്തീരും. ആയതിനാൽ ദേവേന്ദ്രൻ ശിക്ഷയ്ക്ക് അർഹനാണ്. എങ്കിലും ഇന്ദ്രന്റെ അഭാവം ലോകത്തിനൊരിക്കലും ഭൂഷണമാകില്ല എന്നും പരമശിവന്റെ കോപത്തിൽ നിന്നും ദേവരാജനെ മോചിപ്പിക്കണമെന്നും ബൃഹസ്പതി കേണപേക്ഷിക്കുന്നു. ഒടുവിൽ മഹാദേവൻ ദേവഗുരുവിന്റെ വാക്കുകളിൽ തന്റെ കോപം ഉപേക്ഷിക്കുവാൻ എന്തായാലും തയ്യാറായി. തന്നിൽ നിന്നും പുറപ്പെട്ട അഗ്നിയെ അദ്ദേഹം സമുദ്രത്തിൽ നിക്ഷേപിക്കുന്നു. തുടർന്ന് ഇന്ദ്രൻ പരമശിവന്റെ കാലുകളിൽ വീണ് മാപ്പപേക്ഷിച്ചു. ആ പ്രശ്നം അങ്ങനെ തീർന്നു എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതിന്റെ ചുവട് പിടിച്ച് മറ്റൊരു വിപത്ത് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. മഹാദേവന്റെ നേത്രത്തിൽ നിന്നും വന്ന അഗ്നി ശിവാംശം തന്നെയാണ്. അത് സമുദ്രത്തിൽ ലയിച്ചപ്പോൾ അസാധാരണമായൊരു പിറവിയുണ്ടായി. ഒരേ സമയം അഗ്നിയുടെയും ജലത്തിന്റെയും ശക്തിയോടെ പിറവിയെടുത്തവൻ. അവൻ ജലന്ധരൻ. അവന്റെ ജനനത്തിന്റെ കാഹളം എല്ലായിടത്തും എത്തിയിരുന്നു. അപ്പോഴേക്കും ലോകം മുഴുവൻ അലയടിച്ച് കേട്ട ഒരു കുട്ടിയുടെ കരച്ചിൽ ബ്രഹ്മദേവനെ അടക്കം അസ്വസ്ഥനാക്കി. അതിന്റെ ഉറവിടം അന്വേഷിച്ചു ചെന്ന ബ്രഹ്മാവും ദേവകളും സമുദ്രത്തിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ശിവാംശമാണെന്ന് മനസ്സിലാക്കി ബ്രഹ്മദേവൻ. അദ്ദേഹം ആ കുഞ്ഞിനെ താലോലിച്ചു. പക്ഷേ ബലവാനായ ആ കുട്ടി ബ്രഹ്മദേവന്റെ താടിയിൽ ശക്തിയായി പിടിച്ചു വലിച്ചു. വേദനയാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും വെള്ളമൊഴുകിയത്രേ. ആ ഒരു പ്രവൃത്തിയിൽ നിന്നും അവന് ലഭിച്ച പേരാണ് ജലന്ധരൻ. ബ്രഹ്മദേവൻ തന്നെയാണ് അവന് ആ പേര് നൽകിയതും. കോപത്തിൽ നിന്നും ജനിച്ചതിനാൽ ആസുരിക സ്വഭാവം കൈവന്നിരുന്നു ശിവപുത്രന്. അസുരലോകത്തിന് പ്രതീക്ഷയുണ്ടാകുന്ന വിധത്തിലുള്ള ഭാവിയാണ് ജലന്ധരനെ കുറിച്ച് ബ്രഹ്മാവ് പ്രവചിച്ചത്. അവൻ വരും കാലത്തിൽ അസുര ചക്രവർത്തിയായി വിളങ്ങുമെന്നും 3 ലോകങ്ങളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുമെന്നും ബ്രഹ്മദേവൻ സൂചിപ്പിച്ചു. അസുരവംശത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന അസുരഗുരു ശുക്രാചാര്യർ ജലന്ധരന് വേണ്ട വിദ്യകളെല്ലാം യഥാസമയം പകർന്നും നൽകി. ആയുധവിദ്യയും ശാസ്ത്രങ്ങളും ഉപാസനാക്രമങ്ങളും അവൻ വളരെ വേഗം പഠിച്ചെടുത്തു. ഓരോ നിമിഷവും പല മാർഗങ്ങളിലൂടെയും സ്വയമേവ ശക്തിമാനായി തീർന്നു അവൻ. യുവാവായപ്പോൾ അയാളുടെ സാമർഥ്യം ഏകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി വിവാഹമാണ് വേണ്ടത്. അനുയോജ്യയായ ഒരു കന്യകയെ ശുക്രാചാര്യർ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. അസുര രാജാവായ കാലനേമിയുടെ മകളായ വൃന്ദയായിരുന്നു ജലന്ധരന്റെ ഭാര്യയായി വന്നത്. ഗുണവതിയും തീവ്ര വിഷ്ണുഭക്തയുമായ വൃന്ദ. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കാലനേമി വൃന്ദയെ ജലന്ധരന് വിവാഹം കഴിച്ചു കൊടുത്തു. വൃന്ദ ജലന്ധരന്റെ അർദ്ധഭാഗമായി മാറി. അവൾ ജീവിതത്തിലേക്ക് വന്നതോടെ ജലന്ധരൻ കൈവരിച്ചത് അനിതര സാധാരണമായ വളർച്ചയായിരുന്നു. അതിനു കാരണം അവളുടെ അടിയുറച്ച ഈശ്വരഭക്തിയും പതിഭക്തിയും കൂടിയാണ്. പാതിവ്രത്യത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകിയ ജീവിതമായിരുന്നു വൃന്ദയുടേത്. അതോടൊപ്പം അന്നുവരേക്കും അവൾ നേടിയെടുത്ത മഹാവിഷ്ണുവിന്റെ പ്രസാദവും കൂടി ചേർന്ന് അവളുടെ ഭർത്താവിന് രക്ഷാകവചമായി മാറി. ചുരുക്കത്തിൽ വൃന്ദയുടെ മനസ്സിന്റെ പരിശുദ്ധിയുടേതായ സംരക്ഷണ കവചം ജലന്ധരനു ചുറ്റും സദാ ഉണ്ടായിരുന്നു. അയാളെ തോൽപ്പിക്കുവാൻ ഒരാളെ കൊണ്ടും സാധിക്കാത്ത വിധം ശക്തവുമായിരുന്നു അത്. ജലന്ധരൻ അസുരവംശത്തിന്റെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് അസുരവംശത്തിന്റെ പുഷ്ടിമയുടെ കാലമായിരുന്നു. മഹാവിഷ്ണുവിനെ പേടിച്ച് പലയിടത്തുമായി ഒളിഞ്ഞും മറഞ്ഞുമിരുന്ന അസുരന്മാർ ജലന്ധരൻ ചക്രവർത്തിയായതോടെ മറനീക്കി പുറത്തു വന്നു തുടങ്ങിയത് സ്വാഭാവികം. ഇതിനിടയിൽ
അസുരകൾ ജലന്ധരന്റെ നേതൃത്വത്തിൽ ദേവകളുമായി ലഘുമായ പല യുദ്ധങ്ങളും നടത്തിക്കൊണ്ടേയിരുന്നു. അവയൊന്നും അത്ര രൂക്ഷമായിരുന്നില്ല താനും. പരമശിവന്റെ അസുര സ്വഭാവിയായ പുത്രൻ ദേവന്മാർക്ക് മുഴുവൻ തലവേദനയായി തീരുന്നത് ഒരു സംഭവത്തിന് ശേഷമാണ്. അയാളുടെ ഉള്ളിൽ ദേവകളോടുള്ള വൈരാഗ്യം കത്തിജ്വലിക്കുവാൻ ഭൃഗു മഹർഷിയുടെ ഒരു സന്ദർശനം വഴിവെച്ചു. മഹർഷി ഭൃഗു ഒരിക്കൽ ജലന്ധരന്റെ കൊട്ടാരം സന്ദർശിക്കുന്നു. ഗംഭീരമായ സ്വീകരണമാണ് മഹർഷിക്കു വേണ്ടി അന്ന് ഒരുക്കപ്പെട്ടത്. അസുരവംശത്തിൽ ആ സമയത്ത് നിലനിന്നിരുന്ന അതിശക്തന്മാരായ അസുരന്മാരെല്ലാം ജലന്ധരന്റെ രാജസദസ്സിൽ അന്ന് ഉപവിഷ്ടരുമായിരുന്നു. അപ്പോഴാണ് സദസ്സിലുണ്ടായിരുന്ന രാഹുവിനെ ജലന്ധരൻ ശ്രദ്ധിക്കുന്നത്. ശിരസ് ഛേദിക്കപ്പെട്ട രാഹുവിന്റെ പരിതാപകരമായ ആ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് ജലന്ധരൻ മഹർഷിയോട് ആരായുന്നു. മഹർഷി ഭൃഗു ഹിരണ്യാക്ഷനെക്കുറിച്ചും ബലി ചക്രവർത്തിയെക്കുറിച്ചും വിരോചനനെ പറ്റിയും അങ്ങനെ പേരെടുത്ത അസുര ചക്രവർത്തിമാരെക്കുറിച്ച് ആ സദസ്സിലിരുന്ന് വർണ്ണിക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് രാഹുവിന് ശിരസ് നഷ്ടപ്പെട്ട പാലാഴി മഥനം എന്ന സംഭവബഹുലമായ ചരിത്രത്തെപ്പറ്റി വിശദീകരിക്കുന്നത്. ആ ഒരു സംഭവത്തിൽ അസുരന്മാർ നേരിട്ട അന്യായവും മഹാവിഷ്ണു മോഹിനിയായി അവരെ കബളിപ്പിച്ചതും തുടർന്ന് രാഹുവിനെ ശിരച്ഛേദം ചെയ്തതും മഹർഷി വെളിപ്പെടുത്തിയപ്പോൾ ജലന്ധരനെ സംബന്ധിച്ച് അത് പുതിയൊരറിവായിരുന്നു. സമുദ്രമഥനത്തിൽ നിന്നും ഉത്ഭവിച്ച മൂല്യം കൽപ്പിക്കാൻ സാധിക്കാത്ത വസ്തുക്കളെക്കുറിച്ചുള്ള വിവരണവും അവ ഭൂരിഭാഗവും ദേവന്മാരുടെ കൈവശം പോയതുകൂടി കേട്ടപ്പോൾ ജലന്ധരന്റെ ദേഷ്യത്തിന് പരിധികളില്ലാതെയായി. അയാൾ ഗസ്മാരൻ എന്ന ദൂതനെ ദേവേന്ദ്രനു സമീപം പറഞ്ഞയക്കുന്നു. സമുദ്രമഥനത്തിൽ നിന്നും ലഭിച്ച അമൂല്യമായ വസ്തുക്കൾ തന്നെ ഏൽപ്പിക്കണം എന്നായിരുന്നു അസുര ചക്രവർത്തിയായ ജലന്ധരന്റെ ദൂത്. സമുദ്രത്തിന്റെ പുത്രനായ തനിക്കാണ് ആ വസ്തുക്കളിൽ അവകാശം എന്നും ജലന്ധരൻ അറിയിക്കുന്നു. എന്നാൽ ആ ദൂത് ദേവേന്ദ്രൻ തീർത്തും അവഗണിക്കുകയാണ് ചെയ്തത്. അതിൽ അപമാനവും കോപവും വന്ന ജലന്ധരൻ ദേവേന്ദ്രനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. അസുര സൈന്യം ദേവലോകത്തിനുമേൽ അക്രമം അഴിച്ചുവിട്ടു. പ്രതിരോധം തീർത്ത് ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവസൈന്യവും ഏറ്റുമുട്ടി. വിനാശകരമായ യുദ്ധമരങ്ങേറി. ഇരുഭാഗത്തും പടയാളികൾ ജീവനറ്റുവീണു. പ്രാണൻ വെടിഞ്ഞ അസുരയോദ്ധാക്കളെ ഗുരു ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രത്താൽ പുനർജീവിപ്പിച്ചു. ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി മന്ത്രസിദ്ധി ഉണ്ടായിരുന്നല്ലോ. ദേവഗുരു ബൃഹസ്പതിയും പല അമൂല്യ ഔഷധങ്ങളാൽ ദേവസൈനികരെയും പുനർജീവിപ്പിച്ചുകൊണ്ടിരുന്നു. വിജയപരാജയങ്ങൾ അനിശ്ചിതത്വത്തിലായപ്പോൾ ശുക്രാചാര്യർ ജലന്ധരനെ വിളിച്ച് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ദേവഗുരുവിന് അമൂല്യമായ പല പച്ചമരുന്നുകളും ലഭിച്ചിരുന്നത് ദ്രോണഗിരി പർവ്വതത്തിൽ നിന്നായിരുന്നു. ആയതിനാൽ ആ പർവ്വതത്തെ എടുത്ത് കടലിലെറിയുവാൻ ശുക്രാചാര്യർ ജലന്ധരനെ ഉപദേശിക്കുന്നു. അപ്പോൾ ദേവസൈന്യത്തിന്റെ പരാജയം ഉറപ്പിക്കാനാകും. അത് കേട്ട ഉടനെ ശക്തിമാനായ ജലന്ധരൻ ദ്രോണഗിരി പർവ്വതത്തെ കടലിലെറിയുന്നു. ശുക്രാചാര്യരുടെ ആ തന്ത്രം എന്തായാലും ഫലത്തിൽ വന്നു. പരിക്കുപറ്റിയും മൃതിയടഞ്ഞും ദേവന്മാരുടെ അംഗബലം കുറഞ്ഞു. അതോടെ ജലന്ധരന്റെ നേതൃത്വത്തിലുള്ള അസുര സൈന്യം ദേവലോകത്ത് ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. പരാജയം ഏറ്റുവാങ്ങിയ ദേവകൾ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചുവെങ്കിലും ശിവാംശമായി പിറന്ന ജലന്ധരനെ തോൽപ്പിക്കുവാൻ പരമശിവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് മഹാവിഷ്ണു. 3 ലോകങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചു അസുരവംശം. അതിന്റെ പ്രത്യാഘാതം ദേവന്മാരും മഹർഷിമാരുമെല്ലാം അനുഭവിക്കുവാനും തുടങ്ങി. ഒരു പുനഃക്രമീകരണത്തിന്റെ ആവശ്യകത എല്ലായിടത്തു നിന്നും ഉയർന്നു പൊങ്ങിയപ്പോൾ ജലന്ധരന്റെ അവസാനത്തിനുള്ള കരുക്കൾ നീക്കിത്തുടങ്ങി ദേവശക്തികൾ. പരമശിവനാൽ മാത്രമേ ജലന്ധരന് അവസാനമുണ്ടാകൂ എന്നാകയാൽ അതിനൊരു സാഹചര്യവും ഒരുങ്ങുക തന്നെ വേണം. മഹർഷി നാരദനാണ് അതിനുവേണ്ടി ആദ്യമായി രംഗത്തിറങ്ങിയത്. കൃത്യമായ കരുതലോടെ മഹർഷി നാരദൻ ജലന്ധരന്റെ സ്വർഗലോകത്തിലെ കൊട്ടാരത്തിലേക്കാണ് എത്തുന്നത്. മഹർഷിയുടെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം ഏവർക്കും സ്വീകാര്യനാണ്. അതുകൊണ്ട് തന്നെ യഥോചിതമായ സ്വീകരണം അവിടെ നിന്നും ലഭിച്ചു നാരദന്. ജലന്ധരന്റെ ഭാഗ്യത്തെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നു മഹർഷി. പ്രശംസകൾ കൊണ്ട് മൂടി അയാളെ വരുതിയിലാക്കുവാൻ നാരദ മഹർഷിക്ക് നിഷ്പ്രയാസം സാധിച്ചു. അസുര ചക്രവർത്തി മഹർഷിയുടെ വാക്ചാതുരിയുടെ മായാവലയത്തിൽ അകപ്പെടുന്നു. അടുത്ത പടിയായി അയാളുടെ സമ്പൂർണ്ണ പതനത്തിനുള്ള വാരിക്കുഴിയും തോണ്ടി നാരദ മഹർഷി. സൗഭാഗ്യങ്ങളുടെ നെറുകയിലാണ് ജലന്ധരൻ വാഴുന്നതെങ്കിലും എന്തോ ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ച് ശിവപുത്രനിൽ അസ്വസ്ഥത ജനിപ്പിച്ചു അദ്ദേഹം.
എല്ലാം തികഞ്ഞവനാണ് താനെന്നും ഇനി സർവ്വലോകങ്ങളിലും അസുരന്മാരുടെ ആധിപത്യം മാത്രമാണ് ഉണ്ടായിരിക്കുക എന്നും ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ജലന്ധരൻ. അപ്പോഴാണ് തനിക്കെന്തോ കുറവുണ്ടെന്ന് മഹർഷിയുടെ വാദം. അതെന്താണെന്ന് നാരദ മഹർഷിയുടെ മായാവലയത്തിൽ അകപ്പെട്ട ജലന്ധരൻ ആകാംക്ഷയോടെ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നു. ഗൂഢമായി മന്ദഹസിച്ചുകൊണ്ട് മഹർഷി തുടർന്നു. സമസ്ത വിശ്വത്തിലെയും ഏറ്റവും സൗന്ദര്യവതിയായ സ്ത്രീ സ്വന്തമായിരിക്കുന്നത് പരമശിവനാണെന്നും ആയതിനാൽ ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവാനായ വ്യക്തി മഹാദേവനാണെന്നും മഹർഷി നാരദൻ പറയുന്നു. ജലന്ധരനിലെ ഞാൻ എന്ന ഭാവത്തെ ഉയർത്തിവിടുക എന്ന ലക്ഷ്യം വെച്ചാണ് മഹർഷി ആ രീതിയിലുള്ള പ്രയോഗം നടത്തിയത്. അതെന്തായാലും കുറിക്ക് തന്നെ കൊണ്ടു. പിന്നെ പാർവതിയെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. മഹർഷിയുടെ വാക്കുകളിലൂടെ പാർവതീദേവിയുടെ സൗന്ദര്യം ജലന്ധരന്റെ കാതുകളിലേക്കും അവിടെ നിന്നും മനസ്സിലേക്കും ഒഴുകി നിറഞ്ഞു. അയാളുടെ ചിന്തകളിൽ അത്രയും പാർവതി പടർന്നു പന്തലിച്ചു. ഇത്രയും സൗന്ദര്യവതിയായ ഒരു സ്ത്രീ ഈ ലോകത്തുണ്ടെങ്കിൽ അവൾ തനിക്ക് സ്വന്തമായിരിക്കേണ്ടവളാണ് എന്നു തന്നെയാണ് ജലന്ധരൻ ചിന്തിച്ചത്. ചുടലഭസ്മം ധരിച്ച് പാമ്പിനെ ആഭരണമാക്കി ജീവിക്കുന്ന വൈരാഗിയായ ഒരു പുരുഷന്റെ സമീപത്തല്ല അവൾ വാഴേണ്ടത്. സകല സൗഭാഗ്യങ്ങളോടും കൂടി താൻ വസിക്കുന്ന ദേവലോകത്ത് തനിക്ക് മാത്രം സ്വന്തമായി അവൾ വേണമെന്നും അയാൾ തീരുമാനിച്ചു. വന്ന കാര്യം വിജയകരമായി പൂർത്തിയാക്കി നാരദ മഹർഷി പിൻവാങ്ങി. ജലന്ധരന്റെ അണുകണങ്ങളിൽ പോലും പാർവതിയോടുള്ള അഭിനിവേശം നിറഞ്ഞു. ഏതു വിധേനയും ആ സൗന്ദര്യധാമത്തെ സ്വന്തമാക്കണമെന്ന് മാത്രമായി ജലന്ധരന്റെ ജീവിത ലക്ഷ്യം. മതിഭ്രമം ബാധിച്ച അയാൾ ലേശം പോലും താമസിയാതെ രാഹുവിനെ ദൂതുമായി പരമശിവന് സമീപം പറഞ്ഞയക്കുന്നു. എത്രയും പെട്ടെന്ന് പാർവതിയെ ജലന്ധരന് വിട്ടുകൊടുക്കുക, അതാണ് ആവശ്യം. ചുരുക്കി പറഞ്ഞാൽ 3 ലോകങ്ങളും ഇപ്പോൾ ഭരിക്കുന്നത് ജലന്ധരനാണ്. അയാൾക്ക് കീഴിലുള്ള ഏതൊരു വസ്തുവിലും വ്യക്തിയിലും അയാൾക്ക് അധികാരമുണ്ടത്രേ. പാർവതിയെ അയാൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പരമശിവൻ എതിർപ്പൊന്നും കൂടാതെ ഭാര്യയെ അയാൾക്ക് വിട്ടുകൊടുക്കണം. ഇത്രയുമായിരുന്നു സന്ദേശം. ആ ആവശ്യത്തിൽ മഹാദേവന് കോപം വരാതെ ഇരിക്കാൻ സാധ്യതയില്ലല്ലോ. അദ്ദേഹത്തിന്റെ രൗദ്രത്തിനു മുൻപിൽ രാഹു തന്റെ അവസാനം ഉറപ്പിച്ചു. പരമേശ്വരന്റെ 3-ാം കണ്ണിൽ നിന്നും ഭീകരമായ ഒരു ജീവി പുറത്തു ചാടി. സന്ദേശം അയച്ചവൻ കൺമുമ്പിലില്ല. ആയതിനാൽ കൊണ്ടുവന്ന അവനെ പിടിച്ചു തിന്നുവാൻ പരമശിവൻ അവനോട് കൽപ്പിച്ചു. ആ ഉഗ്രരൂപിയെ കണ്ട് അടിമുടി വിറച്ച് രാഹു ഓട്ടം തുടങ്ങി. എവിടെയും ഒളിക്കുവാനോ ആ ജീവിയിൽ നിന്നും രക്ഷപ്പെടുവാനോ രാഹുവിന് സാധിച്ചില്ല. ഓടിത്തളർന്ന് ഒടുവിൽ പരമശിവന്റെ കാൽക്കൽ വന്നു വീണു രാഹു. തന്നെ രക്ഷിക്കണമെന്നും തനിക്ക് തെറ്റ് സംഭവിച്ചതാണെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രാഹു മാപ്പപേക്ഷിച്ചു. പരമേശ്വരന്റെ കോപം മെല്ലെ തണുത്തു. രാഹുവിനോട് ക്ഷമിക്കുവാൻ അദ്ദേഹം തയ്യാറാവുന്നു. പക്ഷേ അപകടം പിന്നെയും ബാക്കി. രാഹുവിനെ ഭക്ഷിക്കുവാനായി അനിയന്ത്രിതമായ വിശപ്പുമായി പിറന്ന രാക്ഷസന് വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ വന്നു. ലോകം മുഴുവൻ നശിപ്പിക്കും എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആ വിചിത്ര ജീവിയെ കണ്ട് ദേവന്മാരും ഭയന്നു. അത് പരമശിവന് മുൻപിൽ വന്ന് തനിക്ക് വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നും താൻ എന്തു ചെയ്യണമെന്നും ചോദിക്കുന്നു. അതിന് മഹാദേവൻ പറഞ്ഞ മറുപടി അതിൻ്റെ സ്വന്തം ശരീരം ഭക്ഷിക്കൂ എന്നായിരുന്നു. സ്വാമിയുടെ ആജ്ഞ കേട്ടതോടെ ഒരു മടിയും കൂടാതെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ രാക്ഷസൻ തൻ്റെ ദേഹം ഭക്ഷിക്കുവാൻ തുടങ്ങി. കാലിൽ നിന്നും തുടങ്ങി ശരീരമാസകലം അത് തിന്നു തീർത്തു. അവസാനം ശിരസ്സു മാത്രം അവശേഷിച്ചു. ഇനിയും തൻ്റെ വിശപ്പ് തീരുന്നില്ല എന്നായി അത്. മഹാദേവൻ പക്ഷേ ആ രാക്ഷസന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനാവുകയാണ് ചെയ്തത്. അദ്ദേഹം ആ വിചിത്ര രൂപിയെ അനുഗ്രഹിച്ചു. അതിൻ്റെ വിശപ്പ് ശമിക്കാനുള്ള മാർഗമായി ഭൂമിയിലെ മനുഷ്യരുടെ പാപങ്ങൾ ഭക്ഷിക്കുവാൻ അനുവാദം നൽകുന്നു പരമശിവൻ. അതുമാത്രമോ, കൃതിമുഖൻ എന്ന പേരിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുവാൻ വരം നൽകുകയും ചെയ്യുന്നു മഹാദേവൻ. ഇന്നും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയും രാജകൊട്ടാരങ്ങളുടെയും കാവൽക്കാരനും സംരക്ഷകനുമൊക്കെയായി ഈ ഉഗ്രരൂപിയെ നമുക്ക് കാണാനാകും. ക്ഷേത്രങ്ങളിൽ ദേവന്മാർക്കും മുകളിലാണ് കൃതിമുഖന്റെ സ്ഥാനം. ദേവന്റെ വിഗ്രഹത്തിനു മുകളിലായി കാണപ്പെടുന്ന ഭീകരമായ രാക്ഷസമുഖം കൃതിമുഖന്റേതാണ്. പല വീടുകളുടെ പൂമുഖത്തും പൈശാചിക ശക്തികളിൽ നിന്നുള്ള സുരക്ഷാർത്ഥം ഈ രാക്ഷസമുഖം കാണാവുന്നതാണ്.
ശിവഭഗവാന്റെ പ്രസാദത്തിന് കൃതിമുഖന്റെ പ്രസാദം മതിയാകുമത്രേ. കഷ്ടിച്ച് രക്ഷപ്പെട്ട രാഹു ജലന്ധരനു സമീപം മടങ്ങിയെത്തി ഉണ്ടായതെല്ലാം വിവരിക്കുന്നു. തന്റെ ആവശ്യം പരമശിവൻ നിഷേധിച്ചതിനാൽ ജലന്ധരന് വാശിയേറി. എങ്കിൽ പിന്നെ ഇനി യുദ്ധം എന്നയാൾ തീരുമാനമെടുക്കുന്നു. വിപുലമായ സൈന്യവുമായി ചെന്ന് പരമശിവനെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ദേവന്മാരാണ് ആദ്യം ഏറ്റെടുത്തത്. ഉഗ്രമായ ദേവാസുര യുദ്ധം അരങ്ങേറി. ഒതുങ്ങാത്ത അസുരപ്പടയുടെ മുൻപിൽ ഒരു നിമിഷം പകച്ചു ദേവന്മാർ. അവരുടെ പരിഭ്രമത്തെ ഉൾക്കൊണ്ട് പരമശിവൻ യുദ്ധത്തിനായി ഇറങ്ങി. അച്ഛനും മകനും തമ്മിൽ ഉഗ്രമായ സംഘട്ടനം. ശിവന്റെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുവാൻ ജലന്ധരന് കഴിഞ്ഞില്ല. അയാൾ തോൽവിയുടെ വക്കിലെത്തി. തലതിരിഞ്ഞ ബുദ്ധി ജയത്തിനായി പിന്നെ വളഞ്ഞ വഴിയാണ് ചിന്തിച്ചത്. ചതിയിലൂടെ പാർവതിയെ പ്രാപിക്കുവാൻ തീരുമാനിക്കുന്നു ജലന്ധരൻ. അതിനായി സുംഭൻ എന്ന അസുരനെ വിളിച്ച് അസുര രാജാവാക്കി യുദ്ധത്തിന്റെ നേതൃത്വം കൈമാറി. മായാപ്രയോഗങ്ങൾക്ക് ക്ഷാമമില്ലാത്ത അസുരന്മാർ. സുംഭൻ ജലന്ധരന്റെ രൂപം ധരിച്ചു. യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദുർവാരണൻ എന്ന മറ്റൊരസുരനോടൊന്നിച്ച് ജലന്ധരൻ ആരും കാണാതെ കൈലാസത്തിലേക്ക് തിരിച്ചു. ഇനിയാണ് മായാശിവന്റെ കഥ. ജലന്ധരൻ പരമശിവന്റെ രൂപത്തിലും ദുർവാരണൻ നന്ദികേശന്റെ രൂപത്തിലും ആയിരുന്നു. പാർവതിയും സഖിമാരും താമസിക്കുന്ന പർവ്വത ശിഖരത്തിന് സമീപം അവരെത്തി. അമ്പുകളാൽ മുറിപ്പെട്ട് നന്ദികേശന്റെ ചുമലിൽ ചാഞ്ഞ് ചോരയിൽ കുളിച്ചു വന്നെത്തിയ പതിയെ കണ്ട് പാർവതി പകച്ചുപോയി. ആ രൂപമാറ്റത്തിൽ പാർവതിക്ക് പക്ഷേ തെല്ലും സംശയം തോന്നിയില്ല. ഭർത്താവിന്റെ പരാജയം കണ്ട് ദേവി കരയാൻ ആരംഭിച്ചു. ആ കരച്ചിലിന് ആക്കം കൂട്ടത്തക്ക വിധം മറ്റു ചില മായാപ്രയോഗങ്ങളും അയാളുടെ കൈവശം ഉണ്ടായിരുന്നു താനും. അതിൽ ഗണപതിയുടെയും മുരുകന്റെയും ഛേദിക്കപ്പെട്ട ശിരസ്സുകളും ഉണ്ടായിരുന്നു. അതുകണ്ട് പാർവതി വാവിട്ട് കരഞ്ഞു. വീരഭദ്രനടക്കം തന്റെ സേനയിലെ പ്രധാനപ്പെട്ടവരെല്ലാം മൃതിയടഞ്ഞു എന്നും പുത്രന്മാരുടെ ശിരസ് താൻ എടുത്തു കൊണ്ടുവന്നതാണെന്നും മായാശിവൻ പാർവതിയോട് പറയുന്നു. പ്രച്ഛന്നവേഷത്തിനുള്ളിലെ ജലന്ധരന് പാർവതിയെ ദർശിച്ചതോടെ യഥാർത്ഥത്തിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയും കള്ളങ്ങൾ പറഞ്ഞ ശേഷം അയാൾ പാർവതിയെ ആലിംഗനം ചെയ്യുവാൻ സമീപിക്കുന്നു. അതോടെ പാർവതിക്ക് കാര്യം മനസ്സിലായി. തന്റെ മുൻപിൽ നിൽക്കുന്നത് ഭർത്താവല്ല, മറ്റാരോ. ദേവി കോപത്താൽ വിറച്ചു. നിന്റെ പത്നിയെ പരപുരുഷൻ പ്രാപിക്കും എന്ന് ശപിച്ച് പാർവതിയും സഖിമാരും അവിടെ നിന്നും അന്തർധാനം ചെയ്തു. അവൾ ആകാശഗംഗയിൽ ചെന്ന് ഘോരമായ തപസ്സാരംഭിച്ചു. ഈ സമയം യുദ്ധഭൂമിയിൽ ഉഗ്രമായ യുദ്ധം തുടരുകയാണ്. ജലന്ധരന്റെ അന്ത്യത്തിനായുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു ദേവന്മാർ. ജലന്ധരന്റെ ഭാര്യയായ വൃന്ദയുടെ പാതിവൃത്യത്തിന്റെ സുരക്ഷാ കവചമാണ് അയാളുടെ നാശത്തിന് തടസ്സം നിൽക്കുന്നത് എന്നരുളി ബ്രഹ്മദേവൻ. മഹാവിഷ്ണു ആ ദൗത്യം ഏറ്റെടുത്തു. ഇതിനോടകം പാർവതിയുടെ ശാപവും ജലന്ധരനുമേൽ വീണിരുന്നു. വിഷ്ണു വൃന്ദയുടെ വാസസ്ഥാനത്തിനടുത്തുള്ള ദുർഗാകാനനത്തിലെത്തി. ഒപ്പം അനന്തനുമുണ്ട്. അവർ വനത്തിൽ ചെന്ന് ഒരാശ്രമം നിർമ്മിച്ചു. കാനനത്തിലുണ്ടായിരുന്ന സിംഹം, കടുവ, പന്നി മുതലായ മൃഗങ്ങൾ മനുഷ്യരൂപം ധരിച്ച് അവരുടെ ശിഷ്യന്മാരുമായി. അടുത്തത് വൃന്ദയെ കൊട്ടാരത്തിൽ നിന്നും ഇറക്കണം. ആ കാനനത്തിലിരുന്ന് മഹാവിഷ്ണു അവളിൽ മനസന്താപം ജനിപ്പിച്ചു. അദ്ദേഹത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. വൃന്ദയുടെ ശരീരം ചുട്ടുപൊള്ളി. വല്ലാത്തൊരു തരം ഭീതി അവളെ പൊതിഞ്ഞു. ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയിൽ വിഭ്രമം ബാധിച്ച പോലെ അവൾ കാണപ്പെട്ടു. തോഴിമാരും കൊട്ടാരം പരിചാരകരും അവളുടെ ശരീരം തണുപ്പിക്കുവാൻ ചന്ദന തൈലവും ലേപനങ്ങളും മറ്റും പുരട്ടി പരിചരിച്ചെങ്കിലും അതൊന്നും ഗുണത്തിൽ കൊണ്ടില്ല. ജ്വരം മൂർധന്യത്തിലെത്തി. ദുസ്വപ്നങ്ങൾ കണ്ട് അവൾ ഞെട്ടിപ്പിടഞ്ഞു. ചുറ്റും ഭയാനകമായ രൂപങ്ങൾ നൃത്തമാടി. ഭർത്താവിൻ്റെ ജീവനറ്റ രൂപം യുദ്ധക്കളത്തിൽ ചോര വാർന്നു കിടക്കുന്നത് കൂടി കൺമുമ്പിൽ കണ്ടതോടെ വൃന്ദയുടെ സമനില തെറ്റിയതിന് തുല്യമായി. ജലന്ധരന്റെ ശിരസ്സും ചെവിയും മൂക്കുമെല്ലാം മുറിഞ്ഞ് കഴുകന്മാർ കൊത്തിവലിക്കുന്നതായി അവൾ കാണുന്നു. കറുത്തിരുണ്ട് തലമുടി അഴിഞ്ഞു ചിന്നിച്ചിതറിയ രക്തകരാളവതനയായ ഒരു കാളി അതെടുത്ത് തിന്നുന്നത് കൂടി കണ്ടതോടെ അവൾ മോഹാലസ്യപ്പെട്ടു വീണു. കൊട്ടാരം വൈദ്യന്മാർക്കും പുരോഹിതന്മാർക്കും ഒന്നും മനസ്സിലായുമില്ല, ഒന്നും ചെയ്യാനുമുണ്ടായിരുന്നില്ല.
ഇതൊരു നല്ല ലക്ഷണമല്ല എന്നും വരാനിരിക്കുന്ന വിപത്തിൻ്റെ, പ്രത്യേകിച്ച് വൈധവ്യത്തിൻ്റെ സൂചനയാകാമെന്നും മാത്രം അവർ പറഞ്ഞു. മന്ത്രം ജപിച്ച് പുരോഹിതന്മാർ വെള്ളം തളിച്ചുവെങ്കിലും ഒരിറ്റുപോലും ആശ്വാസം വൃന്ദയ്ക്ക് കിട്ടിയില്ല. ആ കൊട്ടാരവും അതിലെ അന്തരീക്ഷവും ചുട്ടുപഴുത്ത അഗ്നിശാല പോലെ വൃന്ദയെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. അല്പമെങ്കിലും ശാന്തി തേടി അവൾ കൊട്ടാരം വിട്ടിറങ്ങി. ഇരുമ്പ് കാന്തത്തിനെ എന്നവണ്ണം അവൾ സ്വബോധമില്ലാതെ ആകർഷിക്കപ്പെട്ടത് മഹാവിഷ്ണുവിൻ്റെ സമീപത്തേക്കാണ്. വൃന്ദയും കൂട്ടിന് വന്ന സ്മരദൂതി എന്ന തോഴിയും മറ്റു തോഴിമാരും ദുർഗാവനത്തിലെത്തി. ക്രൂരമൃഗങ്ങളും ദുഷ്ടരാക്ഷസന്മാരും മറ്റു പൈശാചിക ശക്തികളും വിഹരിക്കുന്ന ആ കൊടുംവനത്തിൽ മഹാറാണിയും തോഴിമാരും ദിക്കറിയാതെ ഉഴറി. രണ്ടും കൽപ്പിച്ച് അവർ മുൻപോട്ട് തന്നെ രഥമെടുത്തു. പ്രതീക്ഷിച്ച അപകടം വലിയ താമസമില്ലാതെ തന്നെ അവരുടെ മുൻപിലെത്തി. രാക്ഷസനൊരുത്തൻ അവരുടെ മുൻപിലേക്ക് ചാടി വീണു. പരിഭ്രാന്തരായി തീർന്നു എല്ലാവരും. രക്ഷയ്ക്കായി വൃന്ദയുടെ തോഴിമാർ വാവിട്ട് നിലവിളിച്ചു. ആ രാക്ഷസൻ വൃന്ദയെ പിടിക്കാൻ ഒരുമ്പെട്ടപ്പോഴാണ് എങ്ങുനിന്നോ ഒരു മഹർഷി ഈശ്വരനെ പോലെ അവർക്ക് മുൻപിലെത്തുന്നത്. ആ താപസന്റെ രൂക്ഷമായ നോട്ടത്തിൽ രാക്ഷസൻ ഭയന്ന് പിൻവാങ്ങി, സ്ഥലം വിടുകയും ചെയ്തു. എല്ലാവരും ആ സന്യാസിയെ ബഹുമാനിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ജടാവൽക്കലധാരിയായ സാക്ഷാൽ മഹാവിഷ്ണു. വൃന്ദ മഹർഷിയെ അഭയം പ്രാപിച്ചു. ഞാൻ ഭരദ്വാജന്റെ മകനായ ദേവശർമാവാണ്. ലൗകിക സുഖങ്ങളെല്ലാം വിട്ട് ഈ കാട്ടിൽ വന്ന് തപസ്സനുഷ്ഠിക്കുന്നു. ഭവതി ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആശ്രമത്തിൽ വന്ന് വിശ്രമിക്കാവുന്നതാണ്. അവിടെ പാർത്ത് തപസ്സനുഷ്ഠിക്കുകയുമാവാം. വൃന്ദയ്ക്ക് ആശ്വാസമായി. അവൾ അയാളുടെ ഒപ്പം പോവുകയും ചെയ്തു. ജലന്ധരന്റെ ഭാര്യ ഇപ്പോൾ പൂർണ്ണമായും മഹാവിഷ്ണുവിൻ്റെ വരുതിയിൽ. ഇതേ സമയം ആകാശഗംഗയിൽ തപസ് ചെയ്തിരുന്ന പാർവതി തൻ്റെ സഖിയായ ജയയെ മായാശിവന്റെ വിവരം അന്വേഷിക്കുവാൻ പറഞ്ഞയക്കുന്നു. അവൾ പോയത് പാർവതിയുടെ രൂപത്തിലാണ്. കൺമുമ്പിൽ പാർവതിയെ കണ്ടതോടെ ജലന്ധരൻ ആവേശത്തോടെ അവളെ കടന്നുപിടിച്ചു. ജയ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് പാർവതിക്ക് സമീപം തിരികെ എത്തി. അവിടെ വന്നിരിക്കുന്നത് ജലന്ധരനാണെന്നുള്ള വിവരം പാർവതിയെ ധരിപ്പിക്കുന്നു അവൾ. ജയയെ പിന്തുടർന്ന് ജലന്ധരൻ പാർവതിക്ക് സമീപം എത്തുമെന്നായപ്പോൾ പാർവതി രൂപം മാറി താമരപ്പൂവിൽ മറഞ്ഞിരുന്നു. സഖിമാരും പെൺവണ്ടുകളായി പൂവുകളിൽ പാറി നടന്നു. ഈ സമയം മഹാവിഷ്ണുവിന്റെ വരുതിയിലായ വൃന്ദ അയാളുടെ ആശ്രമത്തിലെത്തുന്നു. ആശ്രമത്തിൽ വച്ച് പിന്നെ വൃന്ദ കാണുന്നത് ഭർത്താവായ ജലന്ധരനെയാണ്. മഹാവിഷ്ണു ജലന്ധരനായി രൂപം പ്രാപിച്ചു. വൃന്ദയുടെ സന്തോഷത്തിന് അതിരുകളില്ലാതെയായി. ആ ഒറ്റ കാഴ്ചയിൽ തന്നെ അത്രയും സമയം അവൾ അനുഭവിച്ചിരുന്ന എല്ലാ പീഡകളിൽ നിന്നും അവൾ മുക്തി പ്രാപിച്ചു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. ഭാര്യാഭർത്തൃ സമാഗമമായി. പതിയെ തിരികെ ലഭിച്ചതിൽ അവൾ അനുഭവിച്ച സന്തോഷം അധികം താമസിയാതെ അസ്തമിച്ചു. താൻ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു വൃന്ദ. ദുഃഖവും സംഘർഷവും അലതല്ലി. നീ ആരാണ് എന്നലറി അവൾ. ഉടൻ ജലന്ധരന്റെ രൂപത്തിൽ നിന്നും മഹാവിഷ്ണു സ്വന്തം രൂപത്തിൽ വന്നു. താൻ ഇത്രയും കാലം ആരാധിച്ചിരുന്ന ദേവനെ മുൻപിൽ കണ്ടിട്ടും വൃന്ദയ്ക്ക് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. പാതിവ്രത്യത്തിന് ജീവനേക്കാൾ വില കൽപ്പിച്ചിരുന്ന സ്ത്രീ താൻ വഞ്ചിക്കപ്പെട്ടു, അതും തൻ്റെ ഇഷ്ടദേവനിൽ നിന്നും തന്നെ എന്നുകൂടിയായപ്പോൾ വൃന്ദ ആളിക്കത്തി. അവൾ മഹാവിഷ്ണുവിനെ ശപിച്ചു, ശീലയായി തീരട്ടെ എന്ന്. ഒപ്പം ഒരു താപസന്റെ രൂപത്തിൽ വന്ന് തന്നെ വഞ്ചിച്ച മഹാവിഷ്ണുവിന്റെ പത്നിയെ മറ്റൊരുത്തൻ അപഹരിക്കും എന്നും കൂടി കൂട്ടിച്ചേർത്തു. താങ്ങാൻ കഴിയാത്ത ദുഃഖഭാരത്തിൽ നിന്നും മോചനം നേടാനായി അവൾ തപസ്സാരംഭിച്ചു. ഒടുവിൽ ആ നിലയിൽ തന്നെ അവൾ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. തോഴിയായ സ്മരദൂതി അവളുടെ ശരീരം ചിതകൂട്ടി ദഹിപ്പിക്കുന്നു. ആ ചിതയിൽ ചാടി അവളും ആത്മഹത്യ ചെയ്തു. പിന്നീട് ഇതിനെല്ലാം സാക്ഷിയായിരുന്ന അപ്സര സ്ത്രീകൾ വൃന്ദയുടെ ചിതാഭസ്മം കൊണ്ട് ബിംബം നിർമ്മിച്ച് ഗംഗയിലൊഴുക്കി. ഈ സമയം കൊട്ടാരം വിട്ടിറങ്ങിയ വൃന്ദയെ കാണാഞ്ഞ് കാവൽക്കാർ ഒട്ടേറെ അന്വേഷണങ്ങൾക്ക് ശേഷം ജലന്ധരനെ തേടിപ്പിടിച്ചു. അതുപക്ഷേ ജലന്ധര രൂപിയായ സുംഭനായിരുന്നു. വൃന്ദയെ മഹാവിഷ്ണു തട്ടിക്കൊണ്ടുപോയി എന്ന് കാവൽക്കാർ അയാളെ അറിയിക്കുന്നു. സുംഭൻ ചണ്ടമുണ്ടന്മാരെ ജലന്ധരനു സമീപം പറഞ്ഞയച്ചു.
വിവരമറിഞ്ഞ് അത്യധികമായ കോപത്തോടെ ജലന്ധരൻ യുദ്ധഭൂമിയിലെത്തി. പിന്നീടായിരുന്നു യുദ്ധത്തിൻ്റെ ഒരു കലാശക്കൊട്ട്. സുംഭനിസുംഭന്മാരെയും ചണ്ടമുണ്ടന്മാരെയും പരമശിവൻ തോൽപ്പിച്ചു. അവർ യുദ്ധഭൂമിയിൽ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. പിന്നീട് അച്ഛനും മകനുമായി നേരിട്ട് യുദ്ധം. വൃന്ദമൂലമുള്ള ജലന്ധരന്റെ സംരക്ഷണ കവചം അപ്പോഴേക്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞല്ലോ. ജലന്ധരന്റെ ശിരച്ഛേദം നടത്തി യുദ്ധം അവസാനിപ്പിച്ചു മഹാദേവൻ. അയാളുടെ ആത്മാവ് പരമശിവനിൽ തന്നെ വിലയം പ്രാപിച്ചു. ജീവൻ വെടിഞ്ഞ വൃന്ദ പാർവതീദേവിയിൽ ലയിക്കുകയും ചെയ്തു. വൃന്ദ മഹാവിഷ്ണുവിന് നൽകിയ ശാപം സാളഗ്രാമം ശിലയുടെ ഉൽപ്പത്തിക്കാണ് കാരണമായത്. വൈഷ്ണവശക്തി നിറഞ്ഞു നിൽക്കുന്ന സാളഗ്രാമം ശില ഇങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം അവളുടെ മറ്റൊരു ശാപവും വെറുതെ ആയില്ല. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചപ്പോഴാണ് അത് പ്രാബല്യത്തിൽ വന്നതെന്നു മാത്രം. നിന്റെ ഭാര്യയെ മറ്റൊരുത്തൻ തട്ടിക്കൊണ്ടുപോകും എന്ന ശാപം സീതാദേവിയെ രാവണൻ കൊണ്ടുപോയപ്പോൾ ഫലത്തിൽ വന്നു. അതും ഒരു താപസന്റെ വേഷം ധരിച്ചാണ് രാവണൻ എത്തിയതും. ജീവിതത്തിലെ തപസ്സും അർപ്പണവും കൊണ്ട് ഒരു സ്ത്രീ നേടിയ ആത്മശക്തി സനാതനത്തിലെ ഏറ്റവും വലിയ ശാപത്തിനാണ് വഴിവെച്ചത്. മഹാവിഷ്ണുവിനെ പോലും ശിലയാക്കി തീർത്തു ആ ശാപം.